നമസ്കാരം. ആം ആദ്മി പാർട്ടിക്ക് ബുദ്ധി വളർച്ച വന്നിട്ടില്ല എന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എന്താണെന്നല്ലേ, പയറ്റി തന്ത്രം വീണ്ടും വീണ്ടും പയറ്റുകയാണ് ആം ആദ്മി പാർട്ടി നേതാക്കൾ. ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ആരോഗ്യനിലയിൽ ആശങ്ക പ്രകടിപ്പിച്ച് ആം ആദ്മി പാർട്ടി നേതാക്കൾ വീണ്ടും രംഗത്ത് വന്നിരിക്കുകയാണ്. കെജ്രിവാളിന്റെ ആരോഗ്യനില വഷളായിക്കൊണ്ടിരിക്കുകയാണെന്നും മദ്യനയ കേസിലെ അറസ്റ്റിനെ തുടർന്ന് കെജ്രിവാളിന്റെ ഭാരം 8.5 കിലോ കുറഞ്ഞതായും ആം ആദ്മി പാർട്ടി രാജ്യസഭ MP സഞ്ജയ് സിംഗ് ആരോപിച്ചു. രക്തത്തിലെ ഷുഗർ അളവ് 50 മില്ലിഗ്രാം DL-ൽ താഴെയാണെന്നും അദ്ദേഹം പറഞ്ഞു. കെജ്രിവാളിനെ ഗുരുതരമായ രോഗം പിടിപ്പിക്കാൻ ഗൂഢാലോചന നടത്തുകയാണെന്നും ഇത് വളരെ ആശങ്കാജനകമാണെന്നും സഞ്ജയ് സിംഗ് പറയുകയുണ്ടായി. മാർച്ച് 21-ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്യുമ്പോൾ കെജ്രിവാളിന്റെ ഭാരം 70 കിലോഗ്രാം ആയിരുന്നുവെന്നും അദ്ദേഹത്തിന്റെ ഭാരം 61.5 കിലോയായി കുറഞ്ഞുവെന്നും പാർട്ടി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പരിശോധനകളൊന്നും നടത്താതിരുന്നതിനാൽ അദ്ദേഹത്തിന്റെ ശരീരഭാരം നിരന്തരം കുറയുകയാണ്. ഇതിനുള്ള കാരണം കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല. ശരീരഭാരം കുറയുന്നത് ഗുരുതരമായ അസുഖത്തിന്റെ ലക്ഷണമാണെന്നാണ് സഞ്ജയ് സിംഗ് ആരോപിച്ചത്. ED രജിസ്റ്റർ ചെയ്ത കേസിൽ വെള്ളിയാഴ്ചയാണ് കെജ്രിവാളിന് സുപ്രീം കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചത്. അല്ലാതെ കെജ്രിവാൾ ചെയ്തു കൂട്ടിയതോർത്ത് സമാധാനം പോയിട്ടല്ല. ഇതൊക്കെ ഏത് ബുദ്ധിയുള്ളവർക്കും മനസ്സിലാവും. അതുകൊണ്ടാണ് ആം ആദ്മി പാർട്ടി നേതാക്കൾക്ക് ബുദ്ധിയില്ല എന്ന് പറയുന്നത്. ഇനി എന്തൊക്കെ അഭ്യാസം കാണിച്ചാലും കാര്യമില്ല. അനുഭവിക്കാനുള്ളത് അനുഭവിച്ചേ പറ്റൂ. അതേസമയം മദ്യനയവുമായി ബന്ധപ്പെട്ട് ED രജിസ്റ്റർ ചെയ്ത കേസിൽ സുപ്രീം കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചെങ്കിലും ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് പുറത്തിറങ്ങാനാവില്ല. CBI രജിസ്റ്റർ ചെയ്ത അഴിമതി കേസിൽ ദില്ലി കോടതി കെജ്രിവാളിന്റെ ജുഡീഷ്യൽ കസ്റ്റഡി ജൂലൈ 25 വരെ നീട്ടിയിരുന്നു. ഇതിലും ജാമ്യം ലഭിച്ചെങ്കിൽ മാത്രമേ കെജ്രിവാളിന്റെ ജയിൽ മോചനം സാധ്യമാകൂ. കഴിഞ്ഞ ദിവസമാണ് സുപ്രീം കോടതി കെജ്രിവാളിന് ഇടക്കാല ജാമ്യം അനുവദിച്ചത്. EDക്ക് അറസ്റ്റ് ചെയ്യാൻ അധികാരമുണ്ടോ എന്ന കെജ്രിവാളിന്റെ ചോദ്യം വിശാല ബെഞ്ച് പരിശോധിക്കേണ്ടതാണെന്ന അഭിപ്രായത്തോടെയാണ് കോടതി ജാമ്യം അനുവദിച്ചത്. ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. CBI രജിസ്റ്റർ ചെയ്ത കേസിൽ ജാമ്യം തേടി കെജ്രിവാൾ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ടെങ്കിലും 17-നാണ് പരിഗണിക്കുക. അതുകൊണ്ട് തന്നെ കെജ്രിവാളിന് തീഹാർ ജയിലിൽ തുടരേണ്ടി വരും. നേരത്തെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനും മറ്റുമായി കെജ്രിവാളിന് ഇടക്കാല ജാമ്യം അനുവദിച്ചിരുന്നു. അറസ്റ്റ് നിയമവിധേയമല്ലെന്ന് കാണിച്ചാണ് അരവിന്ദ് കെജ്രിവാൾ സുപ്രീം കോടതിയെ സമീപിച്ചത്. മുമ്പ് കേസ് പരിഗണിച്ച 2-അംഗ ബെഞ്ചിന് തീരുമാനമെടുക്കാൻ കഴിയുന്ന വിഷയങ്ങളല്ല ഉള്ളതെന്ന് ചൂണ്ടിക്കാട്ടിയാണ് 3-അംഗ ബെഞ്ചിനത് വിട്ടത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. Powered by Jyotis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Aattugal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyotis Building Promoters Private Limited, Thiruvananthapuram.